ബഹുമാനരെ, എൻ്റെ പ്രിയ കേൾവിക്കാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം ലോക സമുദ്ര ദിനം. ജൂൺ 8 ലോക സമുദ്ര ദിനമായി നാം ആഘോഷിക്കുന്നത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വച്ച് നടന്ന UNO കോൺഫറൻസിൽ വച്ചാണ് ഈ ആശയം ഉടലെടുക്കുന്നത്. സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വരുത്തുവാനാണ് നാം ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 2024 സമുദ്രദിന പ്രമേയം എന്ന് പറയുന്നത് പുതിയ ആഴം ഉണർത്തുക എന്നതാണ്. ഭൂഗോളത്തിൻ്റെ ഉപരിതലത്തിൽ വലിയൊരു ഭാഗത്തോളം വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ജലസഞ്ചയത്തെ പൊതുവെ കടൽ എന്നും അതിൽ അഗാധവും വിസ്തൃതവുമായതിനെ നാം സമുദ്രമെന്നും വിളിക്കുന്നു. ഭൂമിയിലെ വിവിധ കാലാവസ്ഥ ചക്രങ്ങളിലും അതിൻ്റെ ജൈവ വൈവിധ്യത്തിലും നമുക്ക് സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രവും ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രവും ആയത് പസഫിക് സമുദ്രമാണ്. ഏറ്റവും ചെറുത് ആർട്ടിക് സമുദ്രമാണ്. ഓഷ്യാനോഗ്രഫി എന്ന പഠനത്തിലൂടെ സമുദ്രങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കഴിയുന്നു. മനുഷ്യർ ചെയ്യുന്നതിൽ വച്ച് ഏറ്റവും വലുതും തിരുത്താനാവാത്തതുമായ തെറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സമുദ്രങ്ങളെ ലോകത്തിൻ്റെ കുപ്പത്തൊട്ടികൾ ആക്കി മാറ്റുന്നതാണ്. മറ്റെല്ലാ പ്രകൃതി വിഭവങ്ങളെ പോലെ തന്നെയാണ് സമുദ്രങ്ങളും ഇന്ന് അമിത മലിനീകരണ ചൂഷണം നേരിടുകയാണ്. എണ്ണ ചോർച്ച, അമിത മത്സ്യബന്ധനം, ഇതിലൂടെ നമ്മുടെ സമുദ്രം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് സമുദ്ര ദിനങ്ങൾ എന്ന് പറയുന്നത് വലിയ സെമിനാറുകളിലും കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലുമായി ഒതുങ്ങുമ്പോൾ സമുദ്രദിനം എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നാം ആരും മനസ്സിലാക്കുന്നില്ല. ഇന്നൊരു സെമിനാർ കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഒരു സമുദ്രങ്ങളിലേക്ക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു. എന്നാൽ ഈ സമുദ്ര ദിനത്തിലൂടെ നാം ഒരു പ്രതിജ്ഞ എടുക്കണം, സമുദ്രങ്ങളെ മലിനമാക്കില്ല എന്നുള്ളത്. സമുദ്രങ്ങളെ മലിനമാക്കുന്നതിലൂടെ നമുക്ക് തന്നെയാണ് ദോഷമുണ്ടാകുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും വലുതായി പ്രതിസന്ധിയായി നമ്മൾ നേരിട്ട ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും. ഇതിനെ നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടുമ്പോഴാണ് നമ്മൾ സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ സാന്തുലിക അവസ്ഥ ഉറപ്പാക്കുകയും വേണം. സമുദ്രങ്ങളാണ് നമ്മുടെ താപനില നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം ഭക്ഷണത്തിൻ്റെയും മരുന്നുകളുടെയും ഉറവിടമായ സമുദ്രങ്ങളെ നാം ഒരിക്കലും അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. നമ്മൾ സമുദ്രങ്ങളെ പുനഃസ്ഥാപിക്കണം. സമുദ്രങ്ങളിലെ മാലിന്യങ്ങൾ എടുത്തു മാറ്റി സമുദ്രങ്ങളെ പുനഃസ്ഥാപിച്ച് സമുദ്രങ്ങളിലേക്ക് നല്ല ജലം ഒഴുക്കുവാൻ നാം തന്നെ പരിശ്രമിക്കണം. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്കൊരുമിക്കാം സമുദ്രങ്ങളുടെ പുനർജീവിതത്തിനായി. നന്ദി, നമസ്കാരം.